ടു വീനാസ് ലേണിംഗ് ക്ലാസ് 9ാം ക്ലാസ്സിലെ മാത്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പാരലൽ ലൈൻ എന്നാൽ എന്തെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞതാണ്. ഇനിയും പറഞ്ഞ് വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. ഒന്നാമത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് കട്ട് എനി അതർ ലൈൻസ് ഇൻറ്റു ഈക്വൽ പീസ്. ഒരേ അകലം ഇടവിട്ടുള്ള സമാന്തര വരകൾ മറ്റേത് വരെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളാണ് എന്നാ പറഞ്ഞത്. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്മൾ ഒരു 4 ലൈനാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻ ആണ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരേ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിക്കേ. ഇവിടുന്ന് ഇവിടെ വരെ എത്ര ഉണ്ട് നോക്കിക്കേ. കാണാൻ പറ്റുന്നുള്ള 2 ആണ് കേട്ടോ. 2. അവിടുന്ന് താണ്ട് ഇവിടോട്ട് നോക്കുമ്പോൾ 2, ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 2 നോക്കിയേ. എല്ലാം ഒരേ അളവാണ്. അപ്പൊ എന്താ, അതൊരു പാരലൽ ലൈൻ ആണ് കേട്ടോ. അതിനി നമ്മൾ ഇവിടെ വെച്ച് അളന്ന് നോക്കിയാലും എന്താ, അത് തന്നെയാണ് കേട്ടോ. ഈ 2 സെന്റിമീറ്റർ. അങ്ങനെ പോകുന്ന ലൈനുകൾക്കാണ് നമ്മൾ പാരലൽ ലൈൻ എന്ന് പറയുന്നത്. ഒരേ അകലം ഇടവിട്ടുള്ള എന്താ സമാന്തര വരകൾ. ഈ വരകൾക്കാണ് സമാന്തര വരകൾ മറ്റേത് വരെയും മുറിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുകയാണ്. ഇത് സമാന്തര രേഖകളാണ്. ഇനി അതിനെ മറ്റേത് വരെയെന്ന് വെച്ചാൽ ഞാൻ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതിലെ ഒരു വര കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിരിക്കുമെന്ന് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പൊ 2 എന്നല്ലേ എടുത്തേ. കാരണം എന്താ, എല്ലായിടവും ഒരേ നീളമാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഒരേ നീളം എന്ന് വെച്ചാൽ നോക്കി, ഇവിടം വരെ 2, ഇവിടം വരെ 2, ഇവിടം വരെ 2 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ പോയെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനെ സമാന്തര രേഖകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ, അത് എവിടെയെങ്കിലും ചെന്ന് കൂട്ടിയിടിക്കും അല്ലേ. അതാണ്. അപ്പൊ ഇവിടെ അതുപോലെ ഞാൻ ഇങ്ങോട്ട് ചരിച്ചൊരു വര കൊടുത്തിട്ടുണ്ട്. ഇവ തങ്ങളിലുള്ള നീളം എന്ന് പറയുന്നത് നോക്കൂ കുഞ്ഞുങ്ങൾ, ഇവിടെ അതിൻ്റെ ഇവിടെ നമ്മൾ ആ പേരൊക്കെ പറഞ്ഞാൽ നോക്കിയേ. ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം നിങ്ങൾ നോക്കിക്കേ, 2.5 സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. എത്ര? 2.5 സെന്റിമീറ്റർ. അത് തന്നെ ആയിരിക്കും അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് കണ്ടോ. അവിടെ നോക്കിയേ 2.5 സെന്റിമീറ്റർ. അതിൻ്റെ താഴെ നോക്കിയേ 2.5 സെന്റിമീറ്റർ. മനസ്സിലായോ? ഇതാണ് ഒന്നാമത്തതിൽ പറഞ്ഞത്. ഞാനൊന്ന് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞതാണ്. ഇനി ഞാൻ പറയുന്നില്ല, കാരണം ഇത് ഒരുപാട് വെട്ടമായി. അപ്പോൾ പേജ് നമ്പർ 36 അല്ല, അപ്പം അങ്ങനെയാണെങ്കിൽ അത് വരച്ച് കാണിച്ചിരിക്കുന്നതാണ്. 2.5 2.5 എന്നൊക്കെ വരച്ച് കാണിച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ, അത് ഏത് വരെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളാണ്. അടുത്ത പറഞ്ഞ എന്താ നിങ്ങളെ, നമ്മൾ മുമ്പ് വരച്ചപ്പം ഇങ്ങനെ വരച്ചപ്പം നമുക്കറിയാം ഇവിടെ വരെ എത്ര കിട്ടുന്നോ അത് തന്നെയായിരിക്കും ഇവിടെ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ ഞാൻ വേറൊരു വര നോക്കൂ നിങ്ങളെ, അതിനകത്ത് തന്നെ ഞാൻ വേറൊരു വര കൊടുത്തേക്ക് നോക്കിയേ. അതും ഈ പറയുന്ന പോലെ സെയിം, നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ എത്ര ആണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും അതിൻ്റെ താപ്പോട്ടുള്ള വരകളും. ഇപ്പൊ പിടികിട്ടിയോ? മനസ്സിലായോ? അതായത് ഇവിടുന്ന് ഇവിടെ വരെ നമുക്ക് എത്ര, ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കിട്ടിക്കോട്ടെ, ഇത് തന്നെ വേണമെന്നൊന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾക്ക് എത്ര ആണോ ഇവിടെ കിട്ടിയിരിക്കുന്നത് അത് തന്നെയായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇതിനകത്തിൽ ഏത് ലൈൻ വരച്ചാലും അത് തന്നെയായിരിക്കും ഇവിടെ വരെ കേട്ടോ, ഇവിടെ വരെ. മനസ്സിലായോ? ഇതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കണേ. ഓരോന്നും നമ്മൾ രണ്ടാമത് ഇതിൻ്റെ നേരെ തിരിച്ചാണ്. ഇനി ഇവിടുന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണോ അത് തന്നെയാണ് ഇവിടെ വരെ, അത് തന്നെയാണ് ഇവിടെ വരെ ഇല്ലേ. അതുപോലെയാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് വന്നുമാണ് രണ്ടാമത്തെ. അത് ഒന്ന് തിരിച്ചു പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ റൂൾസിലെ കാര്യം ഒന്ന് തിരിച്ചു പറഞ്ഞേ ഉള്ളൂ. രണ്ടാമത് ഇത് മൂന്നാമത്തെ കാണാൻ വരുന്നുണ്ടല്ലോ, ഇതാണ്. പിന്നെ നമ്മൾ പേജ് നമ്പർ 36 പറഞ്ഞായിരുന്നു 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈനിനെ തുല്യമായിട്ട് 3 ഈക്വൽ പാർട്ടായിട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. 7നെ തുല്യ ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അവിടെ 6 എന്നുള്ള സംഖ്യ എടുത്തു. 7 തുല്യമായിട്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 6 എന്നുള്ള സംഖ്യ എടുക്കാം. ഏതാ? 2 2 2 അങ്ങനെ തുല്യമായിട്ട് 2 വെച്ച്, അതായത് ഇവിടെ വരെ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. അപ്പൊ എത്രയായി? 2 2 2 മൊത്തം 6 ആയില്ലേ. അങ്ങനെ നമ്മൾ അതിപ്പോ കറക്റ്റ് മെഷറൊന്നുമില്ല കുഞ്ഞുങ്ങളെ. സ്കെയിൽ വെച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. വെച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ തങ്ങളിൽ യോജിപ്പിക്കാം. അതിനെ തങ്ങളിൽ കൂട്ടി യോജിപ്പിക്കുക. ഇത് ഞാൻ 2 രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇവിടെ എത്രയാണോ എടുക്കുന്നത് അത് തന്നെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ആർക്ക് കൊടുത്ത് വരയ്ക്കാമെന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുത്ത് വരയ്ക്കാമെന്ന് പഠിപ്പിച്ചു. കണ്ടോ, ഇവിടെ ആർക്ക് കണ്ടോ. ഇനിയും നമ്മൾ എടുക്കുക, ഇവിടെ വരെ എത്രയാണെന്ന് നോക്കുക. കണ്ടോ, ഇവിടെ വരെ എത്രയാണെന്ന് നോക്കുക. അത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കണ്ടോ. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് അടുത്തതിലൊരാർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അത് ജോയിൻ വേണമെങ്കിൽ ചെയ്യാം.
കേട്ടോ. അല്ലെങ്കിൽ സെറ്റ് സ്ക്വയറും പെൻസിൽ സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കാം. ഈ സെറ്റ് സ്ക്വയർ വെച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ തന്നെ അത് കുറേ പേരുടെ സെറ്റ് സ്ക്വയർ നിങ്ങളുടെ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ പിടിക്കുമ്പോൾ അത് നീങ്ങുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ ചാടിപ്പോകുമെന്ന് പേടിക്കേണ്ട. കോമ്പസും പെൻസിലും കറക്റ്റായിട്ട് മുറുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ചാടിപ്പോകുമെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട. അതിൻ്റെ തന്നെ അവരൊരു 10 സെൻറ്റിമീറ്ററിൻ്റെയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതും ചെയ്തതാണ്. 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ തുല്യമായിട്ട് 3 എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ഈ പറയുന്ന പോലെ 2, 2, 2 എന്ന് എടുത്തപ്പോൾ നമുക്ക് 6 കിട്ടി കേട്ടോ. തുല്യമായിട്ട് എടുത്തോണ്ട് ഇപ്പം നമ്മൾ 3, 3, 3 എന്ന് എടുത്തല്ലേ 3, 6, 9 വന്നേന് അല്ലേ. വേണേ നമുക്ക് അങ്ങനെയും ചെയ്യാം. 3, 3, 3 വെച്ച് തുല്യമായിട്ട് എടുത്തിട്ട് ബാലൻസ് 1 വരും. അങ്ങനെയും നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളിവിടെ 10നെ നമ്മൾ തുല്യമായിട്ട്, അതായത് തുല്യമായിട്ട് ഇങ്ങനെ നമുക്ക് ചാടി കയറി എങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, തുല്യമായിട്ട് എടുക്കണ്ടേ. അപ്പം നോക്കിയേ, ഇവിടെ 3 1/4 3 1/4 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 10 വരും കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. നോക്കി കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇത് എക്സർസൈസ് ആയിരുന്നു. ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ 3 വശവും ഒരുപോലെ ഇരിക്കുന്നത് വെച്ച് എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ചെയ്തതാണ്. അതിന് നമ്മൾ കോമ്പസ് വെച്ചൊക്കെ ചെയ്യണം. ഇനി നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ഇനി നമ്മൾ പുതിയ രീതികളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ് കുഞ്ഞുങ്ങളെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പാർട്ട് 1, 2 ഇത് 3 ആണ് കേട്ടോ. 3ാമത്തെ പാർട്ടാണ്. അപ്പം 3ാമത്തെ പാർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത് കേട്ടോ. 1ാമത്തെ പാർട്ടിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അത് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച ഒരു രീതി വെച്ചിട്ട് നമ്മൾ പറഞ്ഞ എങ്ങനെയാ കുഞ്ഞുങ്ങളെ, ഇതൊരു പാരലൽ ലൈനാണ്. ഇതിനെ നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഈ വരയിൽ നിന്നും ഈ വര, അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കുക. അത് ഒരേപോലെ ഇപ്പം ഇവിടെ വരെ ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കണം? 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അത് കൂടാനോ കുറയാനോ പാടില്ല. കാരണം അത് കൂടിയോ കുറയോ ചെയ്താൽ ഇത് എവിടെയെങ്കിലും ചെന്ന് ഈ വരകൾ തങ്ങളിൽ കൂട്ടിയിടിക്കും അല്ലേ. അപ്പം അതൊരിക്കലും പാരലൽ ലൈൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്തിൽ ഇങ്ങനെ ഒരു ചരിച്ച് സ്ലാൻഡഡെന്നോ എങ്ങനെയും എങ്ങോട്ടൊരു വര വരച്ചാലും നമുക്ക് ഇവിടെ നിന്നും ഇവിടെ വരെ എത്രയാണോ, ഉദാഹരണം ഞാൻ പറയുക 2.5 ആണ് ഇത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഇവിടെ വരെയും എത്രയാണെന്നാണ് പറഞ്ഞത്? 2.5 തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ 1ാമത്തതിൽ പറഞ്ഞത്. അത് ഓക്കെ ആണല്ലോ അത്രയും. ഇനി അതല്ല അവർ പറയുന്നത്, ഇനി ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, മനസ്സിലായോ? ഇങ്ങോട്ട് വരച്ചെന്ന് വെച്ചോ. ഇനി ഞാൻ പറയാം, ഇതിങ്ങോട്ട് ഞാൻ ചരിച്ചു കഴിച്ചപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇവിടെ ഇത് ഇത്രയും 3 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും എത്ര? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ? അതായത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതും ഇവിടുന്ന് ഇവിടെ വരെ വരുന്നതും ഒരേ അളവായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പം ഇവിടെ ഫസ്റ്റ് നോക്കി 2.5 ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ എത്രയായിരിക്കും? 2.5 തന്നെയായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ 1ാമത്തെ ഇതിൽ പഠിച്ചത്. മനസ്സിലാക്കണേ നിങ്ങളെ. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയോ? അൺഈക്വൽ ആ പേജ് അതായത് ഇനി നമ്മൾ 3ാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. അൺഈക്വൽ ഡിവിഷൻ എന്നാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താ? പാഠമല്ല നിങ്ങളെ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് അൺഈക്വൽ ഡിവിഷൻ. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ രീതി വെച്ചിട്ട് ഒരേ അളവാണ്. നോക്കി, ഇവിടുന്ന് ഇവിടെ വരെ ഒരേ അളവ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരേ അളവ് വെച്ചാണ് നമ്മൾ ഈ വരച്ചതല്ല. അപ്പോൾ ഇവിടെ എല്ലാം ഒരേ രീതിയിലാണ് വരുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. എന്നാൽ ഇനി നമ്മൾ പഠിക്കുന്ന നോക്കൂ കുഞ്ഞുങ്ങളെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇവിടെ വരെ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാനൊരു വര കൊടുത്തു, കണ്ടോ? ഇനി അവിടെ നിന്ന് തൊട്ട് താഴെ നോക്കിയേ, 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാനൊരു വര വരച്ചു. ഫസ്റ്റ് അവിടെ നിൽക്കട്ടെ, നമുക്ക് അത്രയും നോക്കാം. ഈ 3 വരയുടെ നമുക്ക് നോക്കാം. നല്ലപോലെ മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു വര കൊടുത്തു, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാനൊരു വര കൊടുത്തു. ഇത് കൂട്ടിമുട്ടുകയോ ഇല്ലയോ എന്നുള്ളതാണ്. നോക്കിയേ, ഈ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇത് അപ്പോൾ ഇതെത്ര? ഇത് 1, ഇത് 2. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കി തന്നെ പോണേ. ഇനി ഇത് കണ്ടല്ലോ. ഇനി ഇതിനകത്തിൽ ഞാൻ എന്താണെന്നറിയോ, അതായത് ഇപ്പം മൊത്തം 1 2 3 ഇതിന് എന്ത് ചോദിക്കുക? ഒരു പാരലൽ ഈ 3 പാരലൽ ലൈനെയും, ഇത് 3 പാരലൽ ലൈനാണെന്ന് നമുക്കറിയാം അല്ലേ. കാരണം നോക്കിയേ, നേരെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതും പോകുന്നു, 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതും പോയിക്കൊണ്ടേയിരിക്കുക. ഈ 3 പാരലൽ ലൈൻ ഞാൻ വരച്ചു. ഇതിനെ കട്ട് ചെയ്തിട്ട് ഞാനൊരു വര വരയ്ക്കുക. നോക്കണം നിങ്ങൾ, ഇതിനെ കട്ട് ചെയ്തിട്ട്
എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ രീതി അനുസരിച്ച് കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു വര കൊടുത്തിരിക്കുകയാണ്. മനസ്സിലാക്കി പോണേ, കട്ട് ചെയ്തു മനസ്സിലാക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ പാരലൽ ലൈൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആണോ എന്ന് നോക്കുക. ഈ പാരലൽ ലൈൻസിൻ്റെ ഇവിടെ നോക്കിക്കേ, ഇതെത്ര നമ്മൾ കൊടുത്തിരിക്കുന്നത്? പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മീൻസ് തന്നെ ഇവിടെ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആണോ? അല്ല. ഇതെന്താ? ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. ഇതെത്ര? 2 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലാക്കണേ. ഇതെത്ര കുഞ്ഞുങ്ങളെ? ഇത് 1 സെൻറ്റിമീറ്റർ ആണ്, ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്കിതിനെ റേഷ്യോയിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇത് 1:2 എന്ന റേഷ്യോയിൽ നമുക്ക് പറയാം അല്ലേ? എന്തുകൊണ്ടാണ്? ഇത് 1 സെൻറ്റിമീറ്ററും ഇത് 2 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഒരേ രീതിയിലായിരുന്നെങ്കിൽ ഇത് എത്ര ആണോ ഇവിടുന്ന് ഇവിടെ വരെ എത്രയാണോ അതായിരിക്കും എന്താ ഇവിടുന്ന് ഇവിടെ വരെ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കി അങ്ങനെ പറ്റുമോ? നിങ്ങൾ നോക്കിക്കേ, അങ്ങനെയാണോ? അല്ല. കാരണം എന്താ? ഈ 1ന്റെ ഇരട്ടിയല്ലേ നിങ്ങൾ ഈ 2 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇവിടെ അതുപോലെ ആയിരിക്കുമല്ലോ വരുന്നത്. മനസ്സിലാക്കണേ. നേരത്തെ നമ്മൾ പഠിച്ച എന്തായിരുന്നു എന്ന് ഓർത്തിട്ട് വേണം ഇപ്പം പറയാൻ. അത് 2 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഇവിടെയും 2. ഇനി വേണേ ഒരെണ്ണം കൂടെ നമുക്ക് വേണേ വരയ്ക്കാം. ഇവിടെയും 2 ആണെങ്കിൽ എന്താ നമുക്ക് ഇതിൻ്റെ നോക്കി ഈ ഒരു സ്ലാൻഡർ ലൈൻ അതിൽ വരച്ചു കഴിഞ്ഞാൽ, ഒരു ചെരിഞ്ഞ വര വരച്ചു കഴിഞ്ഞാൽ എല്ലാ അളവും ഒരേ മെഷറായി. നോക്കി 2.5 2.5. ഇനി വേറെ വരച്ചിട്ടുണ്ടെങ്കിൽ 3 ആണെങ്കിൽ 3 ഇനി അതല്ല, ഞാൻ ഇച്ചിരി കൂടെ ചരിച്ച് ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5. അങ്ങനെയാണ് വരയ്ക്കുന്നത്. കാരണം എന്താ? ഇവിടുത്തെ എല്ലാം ഒരേ അളവാണ്. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. മനസ്സിലായോ? എന്നാൽ ഇവിടെ നോക്കിക്കേ, അങ്ങനെയാണോ കൊടുത്തേക്കുന്നത്? അല്ല. ഇവിടെ 1 സെൻറ്റിമീറ്റർ അകലത്തിലും ഇവിടെ 2 സെൻറ്റിമീറ്റർ, അതായത് 1ന്റെ ഇരട്ടി 2 സെൻറ്റിമീറ്ററിലുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ എങ്ങനെ പറയാം? ഇപ്പം ഇതിൻ്റെ ഞാൻ പറയുക, ഇവിടെ 1.56 ഞാൻ ചരിച്ച് ഇത് വരച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കണേ നിങ്ങൾ. ഇവിടെ ഞാൻ എത്ര പറഞ്ഞത്? 1.56 ഞാൻ ചരിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താ നോക്കിയേ, 1 ആയപ്പോൾ 1.56, 1ന്റെ ഇരട്ടിയല്ലേ 2 അല്ലേ? അപ്പം ഇവിടെ എത്ര വരും? 1.56ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്ര വരും? 6ന്റെ ഇരട്ടി 12 ശിഷ്ട 1, 5ന്റെ ഇരട്ടി 10, 10 1 11, പിന്നെ 1ന്റെ ഇരട്ടി 2 ശിഷ്ട 1 കൂടെ കൂട്ടുമ്പോൾ 3.12. സംശയം ഉണ്ടെങ്കിൽ 1.56ഉം 1.56 കൂടെ കൂട്ടുമ്പോൾ 12 11 3 കണ്ടോ, 3.12 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇതെങ്ങനെയാ വന്നത് സംശയമുണ്ടോ? ഇവിടെ 1 സെൻറ്റിമീറ്റർ ആയപ്പം ഇവിടെ 1.56 സെൻറ്റിമീറ്റർ. ഇവിടെ അതിൻ്റെ ഇരട്ടി 2 സെൻറ്റിമീറ്റർ ആയപ്പോൾ ഇവിടെ 3.12. പോയിന്റ് കഴിഞ്ഞിട്ട് കൂട്ടി വായിക്കരുത്. 3.12 വായിക്കല്ലേ നിങ്ങളെ. പോയിന്റ് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ ഓരോ ഡിജിറ്റ് എടുത്താണ് പറയേണ്ടത് കേട്ടോ. അപ്പോൾ 3.12 എന്നുള്ളത് കിട്ടും. മനസ്സിലായോ? പാരലൽ ലൈന് ഡിസ്റ്റൻസ് ഈക്വൽ ആണോ എന്ന് നമ്മൾ ആദ്യമേ നോക്കണം. നോക്കി, ഈ 1 2 3 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആണോ? അല്ല. എത്ര തന്നിരിക്കുന്നത്? 1:2 നമുക്ക് ഇതിൻ്റെ റേഷ്യോ തന്നിരിക്കുന്നത്. മീൻസ് അംശബന്ധം തന്നിരിക്കുന്നത്. മനസ്സിലാക്കണേ. ഇനി ഇത് കട്ട് ചെയ്ത് ഞാനൊരു ലൈൻ വരച്ചു. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 1.5 എത്രയോ ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത്. കാരണം എന്താ? 1ന്റെ ഇരട്ടി 2. മനസ്സിലായോ? അതുകൊണ്ട് ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ? ഇനി അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ പാരലൽ ലൈൻസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 1:2 എന്ന് കിട്ടി. 1:2 എന്ന് കിട്ടി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അത് കട്ട് ചെയ്ത ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് നോക്കി, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് നോക്കി, കട്ട് ചെയ്ത ഇവിടുന്ന് ഇവിടെ വരെ ലെങ്ത് 1.56 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അതിൻ്റെ ഡബിള് അല്ലെങ്കിൽ ഇരട്ടിയാണ് ഏതാ? 3.12. അപ്പോൾ അതിനെ നമുക്ക് റേഷ്യോയിൽ എങ്ങനെ പറയാം? ഈ ഒന്നാമത്തതിൻ്റെ, മനസ്സിലാക്കണേ കുഞ്ഞില്ലേ, ഒന്നാമത്തത് 1.56 എന്നുള്ളേ, അതിൻ്റെ ഇരട്ടി, 1ന്റെ ഇരട്ടി എത്ര? 2 അല്ലേ? 1ന്റെ ഇരട്ടി 2 ആണ്. അപ്പോൾ ഇതിൻ്റെ 2ന്റെ അംശബന്ധം ഒരുപോലെയല്ലേ നിങ്ങൾ വന്നേക്കുന്നത് അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? അംശബന്ധം ഒരുപോലെ തന്നെ അല്ലേ വന്നിരിക്കുന്നത്? അംശബന്ധം എങ്ങനെയാ? ഇതിൻ്റെ ഇരട്ടി തന്നെ അല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്? ഇതിൻ്റെ ഇരട്ടി തന്നെ അല്ലേ ഇവിടെയും വന്നത്? അപ്പോൾ അംശബന്ധം എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലാക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ ഒരു ലൈൻ കൂടി വരച്ച് കാണിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഡൗട്ട് അങ്ങ് മാറുമല്ലോ. നോക്കിയേ, അതിനകത്തിൽ ഒരു ലൈൻ കൂടി നമുക്ക് വരയ്ക്കാം. അതായത് ഇവിടെ വരയ്ക്കാം, കാണാൻ പറ്റുമല്ലോ. ഞാൻ ചരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇങ്ങനോ എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് തന്നെ അങ്ങ് വരയ്ക്കാം, ചരിഞ്ഞ് തന്നെ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു വരയും കൂടെ ഞാൻ കൊടുത്തേക്കുക.
മനസ്സിലായോ? അപ്പം ഞാനിവിടെ പറയുക, ഇവിടെ 1.28 കൊടുത്തെന്ന് വെച്ചോ, മനസ്സിലായോ? ഇവിടെ ഇപ്പോൾ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ കൊടുത്തെന്ന് വെച്ചോ. കാരണം നമ്മൾ എത്ര ചരിയുന്നോ ആ ചരിയുന്നതിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ 1 വരത്തുള്ളൂ എന്ന് വെച്ചാണ്ട് 1 സെൻറ്റിമീറ്ററിൻ്റെ വെച്ചായതുകൊണ്ടാണ് 1.28. ഓക്കെ, അതിൻ്റെ എത്ര ആയിരിക്കും കുഞ്ഞുങ്ങളെ ഇവിടെ വരുന്നത്? അതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? മനസ്സിലായോ? ഇതിൻ്റെ ഇരട്ടി. കാരണം ഇത് 1 സെൻറ്റിമീറ്ററിൻ്റെ, ഇത് 2 സെൻറ്റിമീറ്ററിൻ്റെ ആകുമ്പോൾ എന്താ ഇതിൻ്റെ ഇരട്ടിയല്ലേ ഇവിടെ വന്നത്. അതുപോലെ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ. എത്ര? 1.28 അധികം 1.28 കിട്ടും 16, 5, 2.56 ആയിരിക്കും. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു 4 സെൻറ്റിമീറ്റർ ഇവിടെ പറഞ്ഞാലോ. ഇവിടെ ഞാൻ 1 ഇരട്ടി 2. നോക്കൂ നിങ്ങളെ, 2 ഇരട്ടിയാണ് എത്ര? 4. 1 ഇരട്ടി 2 അല്ലേ? ഡബിള്. 1 ഡബിള് 2. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ ഡബിൾ ഇതടിച്ചു. ഇനി 2 ഡബിൾ എത്ര? 4. അപ്പം നമുക്കിനി ഏത് റേഷ്യോയിലോട്ട് പറ്റാം? 1:2:4 എന്ന റേഷ്യോയിൽ ആക്കിക്കൂടായോ? ഇല്ലയോ? ഈ ഈസ്റ്റു ഒക്കെ എവിടെ നിന്ന് വന്നെന്ന് ഡൗട്ട് വരുമോ? നോക്കിക്കോട്ടെ കുഞ്ഞുങ്ങളെ, ഈ 1:2:4 ഒക്കെ വന്നത് നമ്മളിവിടെ 1 അല്ലേ കൊടുത്തത്, പിന്നെ എത്ര കൊടുത്തു? 2 കൊടുത്തു, പിന്നെ എത്ര? 4 കൊടുത്തു അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അത് ഞാൻ ഇതൊക്കെ എളുപ്പവഴിയാണ്. ഇതിൻ്റെയൊക്കെ റേഷ്യോ വെച്ച് നമ്മുടെ ടെസ്റ്റിൽ കുറച്ചുകൂടെ എളുപ്പത്തിലൊക്കെ, കുറച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇവിടെ പേര് കൊടുക്കുക. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇവിടെ നമ്മൾ ഇതിനെ നമ്മൾ എ എന്ന പേരും ഇതിനെ നമ്മൾ ബി എന്ന പേരും മനസ്സിലാക്കണേ കേട്ടോ. AB എന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ പറയാൻ പറ്റും? അത് ഞാൻ അടുത്ത് ബാക്കിയായിട്ട് പറയാം, അല്ലെ നിങ്ങൾക്ക് എല്ലാം കൂടെ പുകഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ഇതിനെ നമുക്ക് സി എന്ന് കൊടുത്തു. അപ്പോൾ ഡൗട്ട് അങ്ങ് മാറും, സി. അപ്പോൾ നമ്മളിവിടെ 1.4 കിട്ടിയതിൽ സംശയമൊന്നും ഇല്ല എന്നാണ്. ഇതിനെ ഞാൻ കുറച്ചുകൂടെ നീട്ടി താപ്പോട്ട് വരച്ചെന്ന് വെച്ചു. ഇതിനെ കുറച്ച് താപ്പോട്ട് കണ്ടേ, 4ാമത്തെ താപ്പോട്ട് വരച്ചു കണ്ടോ, താപ്പോട്ട് വരച്ചു. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞേ. ആർക്കേത് പറയാൻ പറ്റുമോ? ഇതിൻ്റെ ഇരട്ടിയല്ലേ കുഞ്ഞുങ്ങളെ ഇത്? അതായത് 1 ഇരട്ടിയാണ് 2, 2 ഇരട്ടിയാണ് 4. അപ്പോൾ 3.12 ഇരട്ടി എത്ര? 2 ഇരട്ടി 4, 1 ഇരട്ടി 2, 3 ഇരട്ടി 6. അപ്പോൾ 6.24 വരും. കാരണം അതിൻ്റെ ഇരട്ടിയാണ്, ഡബിളാണ് കേട്ടോ. ഇതിൻ്റെ ഡബിൾ ഇത്, ഇതിൻ്റെ ഡബിൾ ഇത്. കാരണം എന്താ, ഇവിടെ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1.28, 2.56. അപ്പോൾ ഇവിടെ എത്ര വരുമെന്നാണ് പറഞ്ഞത്? 6 ഇരട്ടി 12, ശിഷ്ടം 1, 5 ഇരട്ടി 10, 10ഉം 1, 11, ശിഷ്ടം 1, 2, 5. അതായത് ഈ 2.56 അധികം 2.56, 5.1. ഓക്കെ, ഇതിൻ്റെ ഇരട്ടി അത്രയേ ഉള്ളൂ. അതായത് ഇവിടെയും വന്നത് എന്താ? 1 ഇരട്ടി 2, 2 ഇരട്ടി 4, 1 ഇരട്ടി 2, 2 ഇരട്ടി 4. അത്രയേ ഉള്ളൂ. അതായത് 1:2:4. ഇവിടെ എങ്ങനെ വരും? 1:2:4 എന്ന് വരും. ഇവിടെ എന്താ നിങ്ങളെ? 1:2:4 എന്ന് വരും. കാരണം ആദ്യം നമ്മൾ 1 എടുത്തു, അതിൻ്റെ ഇരട്ടിയാണ് അടുത്തത്, അതിൻ്റെ ഇരട്ടിയാണ് അടുത്തതെന്നുള്ള റേഷ്യോയിൽ. മനസ്സിലായോ? ഇതിനെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എഴുതുമെന്നാണ് നമ്മുടെ ടെസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ റേഷ്യോ വെച്ച് നമ്മൾ എങ്ങനെ പറയും? ഇപ്പം ഈ 1 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ നമ്മൾ എ എന്ന് പറയുക അല്ലേ? 2 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ ബി എന്ന് പറയുക, 4 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ സി എന്നും പറയുക. മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ, ഇതിനെ ABC. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ഇതിനെ നമ്മൾ P എന്നും Q എന്നും R എന്നും കൊടുക്കുക. ഇതെങ്ങനെയാണെന്ന് ഓർത്തോണേ. ഇവിടെ ഇത് A, ഇത് B, ഇത് C. ഇവിടുത്തെ PQR എന്ന് പേര് കൊടുത്താൽ നമുക്കിതിനെ റേഷ്യോയിലോട്ട് എങ്ങനെ എഴുതും? എക്ക് ഈക്വൽ ആണ് ആരാ? A:B. A:Bക്ക് ഈക്വൽ ആണ്. ഇതുപോലെ തന്നെയാണ് ഇതും അല്ലേ? എങ്ങനെ എഴുതാം? PQ എന്താ? P:Q. ചെറിയ അക്ഷരം വലിയ അക്ഷരം ഏതായാലും മതി. മനസ്സിലാകണേ? ഇതുപോലെ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ആണല്ലോ. മനസ്സിലായോ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? A:B ഈക്വൽ P:Q എന്ന് വെച്ചാൽ ഇത് റേഷ്യോയിലായതുകൊണ്ട് നമുക്ക് A/B അതിനെ നമുക്ക് ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പം A/Bക്ക് ഈക്വൽ ആണ് P/Q എന്ന് പറയുന്നത്. അല്ലയോ? വലിയ ഡൗട്ട് ഉണ്ടാവും നിങ്ങൾ. നോക്കിയേ, A/B എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ 1.5 ഇരട്ടിയാണ് 3.12 അല്ലേ? അതുപോലെ തന്നെ അല്ലേ 1.28 ഇരട്ടിയാണ് 2.56.
അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെയല്ലേ വന്നത്. അതുപോലെ തന്നെയാണ് നോക്കിയേ, ഈ 3.12 ഇരട്ടിയാണ് 6.24. അതുപോലെ തന്നെയാണ് 2.56 ഇരട്ടിയാണ് എത്ര, 5.12. 2.56 ഇരട്ടിയാണ് 5.12 എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടിയാണ് ഇത്, ഇതിൻ്റെ ഇരട്ടിയാണ് ഇത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് ബി ബൈ, ഇപ്പം നമ്മൾ റേഷ്യോയിൽ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? B/C ഈക്വലാണ് Q/R എന്ന് വേണേൽ പറയാം. അതായത് B/C ഈക്വലാണ് Q/R എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഇത് റേഷ്യോയിൽ എഴുതണം, റേഷ്യോയിൽ എഴുതിയ കാര്യമാണ് ഈ പറയുന്നത്. ഇതിൻ്റെ ഈ ഇരട്ടിയാണ് ഇത്, ഇതിൻ്റെ ഇരട്ടിയാണ് ഇത് അല്ലേ? അതാ പറയുന്നത് A/B. A/Bക്ക് ഈക്വലാണ് P/Q. അതുപോലെ തന്നെ B/C ഈക്വലാണ് Q/R. ഇത്രയേ ഉള്ളൂ ഇല്ലേ? മനസ്സിലായവർക്ക് ഇത് എളുപ്പമായിരിക്കും, ഇല്ലാത്തവർ ഇനി എന്തുവാന്ന എല്ലാം കൂടെ എഴുതി വെച്ചുകൊണ്ട് മനസ്സിലാവാൻ വേണ്ടിയായി ഇതൊക്കെ എഴുതി വെച്ച് അവസാനം ഇത് എല്ലാം കൂടെ പുകഞ്ഞു പോകും. എൻ്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. 1ൻ്റെ ഇരട്ടിയാണ് 2, 2ൻ്റെ ഇരട്ടിയാണ് 4. അത് വെച്ച് ഇതിൻ്റെ എല്ലാം ഇരട്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. അത് റേഷ്യോയിലോട്ട് മാറ്റിയേക്കുക. അതായത് നമ്മുടെ മൂന്നാമത്തെ ഇത് പറയുന്നത് 3 or more parallel lines cut any 2 lines in the same ratio ആയിരിക്കും. 3 അതിലധികമോ സമാന്തര വരകൾ, 3 നോക്കിയേ, 1 2 3 കണ്ടോ, 3 അതിൽ കൂടുതലോ, ഇവിടെ ഇപ്പം നമ്മൾ 4 വരച്ചിട്ടുണ്ട് കണ്ടോ, 4. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും കേട്ടോ. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കുമെന്ന് കേട്ടോ. 3 or more parallel lines cut any 2 lines the same ratioയിലായിരിക്കുമെന്ന്. ഇത്രയേ ഉള്ളൂ. ഞാൻ കുറേ താമസം എടുത്തത് നിങ്ങളെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. നമുക്ക് കണക്കിലോട്ട് കയറാം. അപ്പോൾ നമ്മുടെ ടെസ്റ്റിലെ നോക്കുഞ്ഞല്ലോ, നമ്മളിപ്പോൾ ചെയ്ത രീതി വെച്ച് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പം നമ്മുടെ ടെസ്റ്റിൽ ഒരു കണക്ക് തന്നിട്ടുണ്ട്. ഡിവൈഡ് ആൻ 8 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ, നോക്കണേ, ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. മനസ്സിലായോ? നമ്മൾ എക്സാമ്പിളാണ് മുമ്പ് പറഞ്ഞത്. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര, നമ്മൾ അതിനെ റേഷ്യോയിൽ നേരത്തെ ചെയ്ത കണക്കൊക്കെ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, 3, 5 ഏതെങ്കിലുമൊക്കെ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഭാഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാവും നിങ്ങളെ നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയാം? 1:2 എന്ന അംശബന്ധത്തിൽ വേണം വരയ്ക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 3 അല്ലേ? ഈ റേഷ്യോ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3 വരുന്നത്. ഇപ്പോൾ ഈ 3 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ മുറിക്കാൻ പറ്റും? 1:2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ മുതൽ ഇവിടെ വരെ 1 എന്നും ബാക്കി ഇവിടെ മുതൽ ഇവിടെ വരെ 2 എന്നും നമുക്ക് പറയാം. മനസ്സിലാക്കണേ. 1:2 എന്ന റേഷ്യോയിൽ നമ്മൾ എങ്ങനെ വീതിക്കുന്നു വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ 3 ആണ്. 1:2 എന്ന് വെച്ചാൽ 3. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ 1 സെൻറ്റിമീറ്റർ എടുക്കുക അല്ലേ? 1 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ 2 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ 1:2 ആയല്ലോ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 6 ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇരട്ടി മുമ്പ് നമ്മൾ ചെയ്ത രീതി വെച്ചാകുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയാണല്ലോ 6 ഇല്ലയോ? ഇതിൻ്റെ ഇരട്ടി 6. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക അല്ലേ? ഇതിൻ്റെ ഇരട്ടിയാണല്ലോ ഇത്, ആണല്ലോ, മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? ഞാനൊരു എക്സാമ്പിൾ പറയുക, അപ്പം നിങ്ങൾക്ക് എളുപ്പം അത് മനസ്സിലാവും. ഇവിടെ 1:2 എന്ന് വെച്ചാൽ 3 ആവുന്നില്ല, അതായത് 1, 2, 3. ഓക്കെ, അതിനകത്ത് നമ്മൾ 1 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്റർ, കാരണം ഇത് കൂട്ടി നോക്കിയേ 3 കിട്ടി. ഇനി ഈ 3ൻ്റെ ഇരട്ടിയാണ് 6 അല്ലേ? അപ്പോൾ ഈ 1ൻ്റെ ഇരട്ടി ഇവിടെ എത്ര വരും? 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ദാണ്ട് ഇവിടെ വരയ്ക്കും. നിങ്ങൾ അളന്ന് വരയ്ക്കണം. നമ്മളിത് എക്സാമ്പിൾ പറയുകയാണിത്. 2 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കണം. മനസ്സിലായോ? 2. ഇനി 2ൻ്റെ ഇരട്ടി എത്ര? 4. ഇവിടെ എത്ര വരും? 4. അപ്പം നോക്കിയേ, 4 2 6. 6 കിട്ടിയല്ലോ. ഇപ്പം മനസ്സിലായോ? എളുപ്പമില്ലയോ? ഇനി ഈ 6ൻ്റെ ഇരട്ടി എത്ര? 6ൻ്റെ ഇരട്ടി 12 വരും അല്ലേ? 6ൻ്റെ ഇരട്ടി 12 ആണെങ്കിൽ, അതായത് 3ൻ്റെ ഇരട്ടി 6, 6ൻ്റെ ഇരട്ടി 12 ആവുന്നത് അല്ലേ? 12 ആകുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുമോ അതാ ചോദിച്ചേ. എങ്ങനെ എഴുതുക വെച്ചാൽ 2ൻ്റെ ഇരട്ടി എത്ര? 4. അപ്പം 4 സെൻറ്റിമീറ്റർ ഇവിടെ വരെ വരയ്ക്കുക. ബാക്കി എത്ര വരുന്നത്? ബാക്കി, അതായത് 4ൻ്റെ ഇരട്ടി 8 സെൻറ്റിമീറ്റർ.
മനസ്സിലായോ? അപ്പോൾ 8 4 12 ഇങ്ങനെ വേണം. ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നമ്മൾ റേഷ്യോ വെച്ച് ചെയ്യുന്ന സമാന്തര വരയുടെ വരയ്ക്കുന്നത്. ഇതൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തന്നാൽ കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മളോട് ചോദിച്ചാൽ 8 സെൻറ്റിമീറ്റർ, ഇതിനകത്തിൽ 8 ഉണ്ടോ? എന്തായാലും 8 കൂടുതൽ എടുക്കാൻ നമുക്ക് പറ്റത്തില്ലെന്നറിയാം അല്ലേ? എളുപ്പവഴിയാണ് കുഞ്ഞുങ്ങൾ ഇതെല്ലാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ വലുത് നമ്മൾ ഇത്രയും നേരം ചെയ്തപ്പോഴും എപ്പോഴും താഴെയുള്ളതാണ്. ഇപ്പോൾ 6 എന്ന് പറയുന്നതിൻ്റെ 6 അതിൽ താഴെയോ ആണ് നമ്മൾ എടുക്കുന്നത്. തുല്യമായിട്ട് നമ്മൾ എടുക്കാൻ പഠിച്ചാൽ അങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഇവിടെ റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ 8 തന്നിരിക്കുന്നത്. 8 എന്ന് പറയുന്നത് നോക്കി ഇതിനകത്തിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ 8 താഴെയുള്ള 6 നോക്കിയേ 2:4 എന്നുള്ള റേഷ്യോയിൽ നമുക്ക് എടുക്കാം. മനസ്സിലായോ? അപ്പം നമ്മൾ താഴെ എന്തോ ചെയ്യണം? നമ്മളോട് ചോദിച്ചാൽ 8 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര കൊടുക്കുക. മനസ്സിലാക്കി തന്നെ പോണേ. 8 സെൻറ്റിമീറ്റർ നീളത്തിൽ 0 മുതൽ 8 സെൻറ്റിമീറ്റർ തന്നെ ഇവിടെ വരെ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ഇനി നമ്മൾ പഠിച്ച രീതി വെച്ചാണെങ്കിൽ തിരിച്ചെന്ത് ചെയ്യാം? ഇങ്ങനെ കറക്റ്റായ ഒരു മെഷർ വേണ്ട. ഇങ്ങനെ വെച്ചിട്ട് എത്ര കൊടുക്കണം? 4 2 6. ഇവിടെ നമുക്ക് 6 എടുത്തത്. 6 വന്ന് എന്തുകൊണ്ടാണെന്നറിയാമല്ലോ? നമ്മൾ 8 ചോദിച്ചത്. ഇവിടെ 8 ഇല്ല. അപ്പോൾ 8 തൊട്ട് താഴെ 6 ഇവിടെ വന്നത്. ആ 6 എത്രയൊക്കെ വെച്ചാൽ 2 4 വെച്ച്, അതായത് 6 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര വരയ്ക്കുക. സ്കെയിലിൽ മാഞ്ഞതുകൊണ്ടാണ്, കാണാൻ പറ്റുന്നുണ്ടോ? 6 സെൻറ്റിമീറ്റർ നീളത്തിൽ. അത് ഇച്ചിരി വലുതായാലും ചെറുതായാലും ഒന്നും കുഴപ്പമില്ല. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി അങ്ങോട്ട് ഇങ്ങനെ നീങ്ങിയെന്നൊന്നും കുഴപ്പമില്ല. കാരണം നമ്മുടെ അടുത്ത് ഡിഗ്രി ഒന്നും അല്ലല്ലോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ 5 6 ആയപ്പം ഇവിടെ 6 കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു വര കൊടുക്കുക. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? 2:4 ആണ്. 2:4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 അല്ലേ? 2 ഇവിടെ വരെ 2, ഇവിടെ വരെ 4, അതായത് 2:4. ആ 2:4 വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണേ. ഇവിടെ നമ്മൾ എത്ര എടുത്തേ? 8 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. എങ്ങനെയാ? ഫസ്റ്റ് എങ്ങനെ ചെയ്യണം? ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കണം. ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസ് തെളിഞ്ഞില്ലേ? ഞാൻ ഈ നിങ്ങൾ പെൻസിൽ വെച്ചേ വരയ്ക്കാവേ. ഞാൻ മൊബൈൽ കാണാൻ വേണ്ടി തെളിയാൻ വേണ്ടിയാണ് പേന വെച്ച് വരയ്ക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസും പെൻസിലും കറക്റ്റായിട്ട് എടുക്കുക. അതുകൊണ്ട് ഇവിടെ കുത്തുക. കണ്ടോ? ഇവിടെ കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് ഇതേൽ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. കണ്ടോ? ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. എന്നിട്ട് ഇതേ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? ആർക്ക് എവിടെയൊക്കെയാണ്? അതായത് ഇവിടുത്തെ മെഷറ് കണ്ടോ? കറക്റ്റ് ഈ മെഷർ ഇതേതാ എടുത്തത്? ഇത് തന്നെയല്ലേ? ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് അല്ലേ? ഇവിടുന്ന് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരാർക്ക് കൊടുക്കുക കേട്ടോ. കാരണം ഇവിടെ വരണ്ടേന്ന് കറക്റ്റായിട്ട് സ്കെയിൽ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ? ഇവിടുന്ന് എടുക്കുക. എന്നിട്ട് തിരിച്ച് ഒരാർക്ക് കൊടുക്കുക കേട്ടോ. അത് ഇപ്പുറമായിപ്പോയി. ഇവിടുന്ന് ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ അല്ല, ഇത് തെറ്റാണ്. റബ്ബർ വെച്ച് മായ്ക്കാം. റബ്ബറിൽ ഉണ്ട്. അത് ഓരോന്നും നമ്മൾ ആദ്യമായിട്ടേ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം അല്ലേ? ഇത് വരുന്നത്. അതായത് ഫസ്റ്റ് ഇവിടെ കുത്തിയിട്ട് ഇത് അല്ലേ? എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരാർക്ക് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ എടുക്കേണ്ടത് ഇവിടെ നിന്നും ഇവിടോട്ട് വന്ന് എത്ര നോക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കേട്ടോ. ഈ സ്കെയിൽ കോമ്പസ് ലൂസായതുകൊണ്ടാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ആർക്ക് കൊടുക്കുക. കണ്ടോ? ഇതേ ഉള്ളൂ. കണ്ടോ? ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ 1:2 എത്ര? 1:2 എന്നുള്ളത്. അപ്പോൾ ഇത് 1ഉം ഇത് 2ഉം 1:2 എന്നുള്ള അംശബന്ധത്തിലാണ് ഈ 8 എന്നുള്ള ലൈനെ നമ്മൾ വീതിച്ചു കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? 1:2 എന്ന അംശബന്ധത്തിൽ 8 സെൻറ്റിമീറ്റർ നീളമുള്ള വരയെ നമ്മൾ എങ്ങനെ ഭാഗിക്കാവുന്നതാണ് മനസ്സിലാക്കണേ. അതിൻ്റെ 8 വന്നതൊക്കെ എങ്ങനെയാണെന്ന് നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. അതാണ് ചോദ്യം. ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണക്കും കൂടി ഇതിനകത്ത് ചെയ്യാം. പേജ് നമ്പർ 44 ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ. ചോദ്യം കേട്ടിട്ട് വേണേ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ് ഇൻ ദ റേഷ്യോ 5:3. ഇവിടെ നമുക്ക് 30 സെൻറ്റിമീറ്റർ ഒക്കെ അളക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ 30 സെൻറ്റിമീറ്റർ വശങ്ങൾ
നോക്കണേ കുഞ്ഞുങ്ങളെ, ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ, വശങ്ങളുടെ അംശബന്ധം 5:3 ആയ ഒരു ചതുരം വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. മനസ്സിലാക്കണേ. അപ്പം നമുക്കിവിടെ എന്താ 30 സെൻറ്റിമീറ്റർ ആണ് എന്ത് തന്നേക്കുന്നത്, പെരിമീറ്റർ കേട്ടോ. അപ്പം നമുക്കിവിടെ 30 സെൻറ്റിമീറ്ററിന് 15 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. എത്ര കുഞ്ഞുങ്ങളെ, 30 സെൻറ്റിമീറ്റർ ഒക്കെ ഇതിലെങ്ങനെ വരയ്ക്കും? ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 30 തന്നേക്കുന്നത് കേട്ടോ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 30 തന്നിരിക്കുന്നത്. റേഷ്യോ എന്താണ്? റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? അതാണ്ട് ഇത് റെക്റ്റാങ്കിളാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പിന്നെ എന്താ പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 വശവും കൂടെ കൂട്ടുന്നത് എത്ര വന്നത്? 30 തന്നത്. 30 സെൻറ്റിമീറ്റർ കേട്ടോ. ഇതിൻ്റെ സൈഡ് റേഷ്യോ തന്നിരിക്കുന്നത് ഇപ്പം ലെങ്ത് 5ഉം ബ്രെഡ്ത്ത് 3ഉമായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് പല രീതി ചെയ്യാം, പക്ഷെ നമുക്കിപ്പോൾ ഈ രീതി നമ്മളോട് പറഞ്ഞ രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 5 × 3 15 വെച്ചിട്ട് നമുക്ക് ചെയ്യാം. 15 സെൻറ്റിമീറ്റർ നീളം കൊടുക്കുക. 15 സെൻറ്റിമീറ്റർ കേട്ടോ. ഇച്ചിരി നിങ്ങൾ മാറ്റി നല്ലപോലെ നീളം വെച്ചിട്ട് വരയ്ക്കണം. 15 സെൻറ്റിമീറ്റർ നീളം കേട്ടോ. ഓക്കെ, ഇനി റേഷ്യോ എത്ര അവിടെ പറഞ്ഞേക്കുന്നത്? 5:3 ആണ്. 5:3 എന്ന് വെച്ചാൽ 5 3 8 അല്ലേ. 5:3 എന്ന് വെച്ചാൽ മൊത്തം 8. അപ്പം ഇതെടുത്തിട്ട് കോമ്പസ് എടുത്തിട്ട് 8 സെൻറ്റിമീറ്റർ 8 വന്നേ അറിയണേ. 5:3. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. 5:3 എന്ന് വെച്ചാൽ ഫസ്റ്റ് 5 1 2 3 4 5 അല്ലേ. 1 2 3. അപ്പോൾ ഇത് 5ഉം ഇത് 3ഉം. റേഷ്യോ 5ഉം 3ഉം. ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? ഇതിനെ യോജിപ്പിക്കുക. മുമ്പ് ചെയ്താൽ അതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഇത് തങ്ങളിൽ യോജിപ്പിക്കുക. എന്നിട്ട് കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് നമുക്കിവിടെ എത്രയാണ് കിട്ടിയേ നോക്കിയേ. എല്ലാം ഇതേപോലത്തെ ആട്ടോ ഈ പാടത്തിനകത്ത്. എന്നിട്ട് ഇവിടെ എടുക്കുക, കണ്ടല്ലോ. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക, കണ്ടോ. ഇവിടെ ഒരു ആർക്ക് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇവിടെ വരെ എത്ര നോക്കുക, കണ്ടോ. ഇവിടുന്ന് 3 അല്ലേ. 3 ആകുമ്പോൾ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇതാണ്ട് ഈ സൈഡിൽ വെച്ചിട്ട്, കാണാൻ പറ്റുന്നുണ്ടോ? സൈഡിൽ വെച്ചിട്ട് കണ്ടോ. ഇനി രണ്ടും കൂടെ വന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തോട്ട് ഇതിൻ്റെ കണക്ട് ചെയ്യുക. കണ്ടോ. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 30 സെൻറ്റിമീറ്ററിൻ്റെ 30-ന് നമ്മൾ പകുതി 15 എടുത്തത്. അതിൻ്റെ എത്ര കിട്ടി? 5:3 എന്നുള്ള അംശബന്ധം നമ്മൾ എടുത്തു അല്ലേ. എത്ര ഇവിടെ തന്നിരിക്കുന്നത് അത് വേണേൽ എഴുതിക്കൊണ്ടേ. ഇവിടെ മൊത്തം 15 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നമ്മൾ എടുത്തത് മൊത്തം അല്ലേ. 15 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 5:3 എന്ന് പറയുന്ന ഒരു ലൈനാണ് അല്ലേ. അപ്പോൾ ഇത് 5:3 എന്നുള്ള ലൈനാണ് അല്ലേ. 5:3 എന്നുള്ള അംശബന്ധത്തിലും എടുത്തു. നമ്മളോട് ചോദിച്ച ഇതാണോ, ഇത് ചെയ്യാനാണോ നമ്മളോട് പറഞ്ഞത്? അല്ല. എന്താണ്? ഇതിനകത്ത് ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ. എന്താ റെക്റ്റാങ്കിൾ ആകുമ്പോൾ എന്ത് വേണം? 4 വശങ്ങൾ വേണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? താപ്പോട്ട് നമ്മൾക്ക് നേരെ താപ്പോട്ട് വരച്ച് കഴിഞ്ഞാൽ സ്കെയിൽ വെച്ച് നമുക്ക് മെഷർ തെറ്റും. അതുകൊണ്ട് പൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ സൈഡിൽ വെച്ചിട്ട് നേരെ കുത്തനെ ഈ പൊട്രാക്ടറിൻ്റെ ഇവിടെ വെച്ചിട്ട് ഈ വരയുണ്ടല്ലോ, ഈ പോയേക്കുന്ന വരെ തന്നെ ഇതിൻ്റെ ഈ 0 പോയിൻ്റ് പോയിട്ട് ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി താഴെന്ന് വെച്ചാൽ അത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. അതിന് നേരെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് പെൻസിലും വെച്ചിട്ടൊരു വര കൊടുക്കുക. പെൻസിൽ വെച്ചിട്ട് നേരെ താപ്പോട്ട് ഒരു വര റഫായിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് തെളിയിച്ച് കൊടുക്കാം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്കണേ നിങ്ങളെ, ഇതിന് സംശയമൊന്നും ഇല്ലല്ലോ. നമ്മളടുത്ത് ചതുരം വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റേഷ്യോ കിട്ടി. ഏതാ? ഇത് 5:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് 15 സെൻറ്റിമീറ്റർ അല്ലേ. 15 സെൻറ്റിമീറ്റർ ആകുമ്പം വലിയ വശം എന്ന് പറയുന്നത് എത്ര വരുന്നത് നോക്കുക. ചെറിയ വശം എത്ര നോക്കുക? 15 സെൻറ്റിമീറ്ററിൻ്റെ. അപ്പോൾ ഇവിടെ വരുന്നത് 5:5 ആയിരിക്കും, ഇവിടെ വരുന്നത് 3 ആയിരിക്കും. 5:3 എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ലെങ്ത് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 ആയിരിക്കും അല്ലേ. എപ്പോഴും നീളം അല്ലേ കുഞ്ഞുങ്ങളെ വലുത്, വീതി ചെറുതുമാണ് അല്ലേ. നീളം 5ഉം B 3 ആയിരിക്കും. 5:3 എന്ന രീതിയിലല്ലേ അംശബന്ധം തന്നേക്കുന്നത്.
വന്നത്. അപ്പം ഏറ്റവും വലിയ വശത്തിനെ നമ്മൾ 5 എന്നും ചെറിയ വശത്തിനെ 3 എന്നും കൊടുത്തു. അപ്പം നമുക്കിവിടെ ഒരു ചതുരം വരയ്ക്കാം. നോക്കണം, ഇവിടെ ഒരു ചതുരം വരയ്ക്കാം കുഞ്ഞുങ്ങളെ. അപ്പം അതിൻ്റെ നീളം താണ്ട് ഇവിടെ കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടാനുള്ളത്? വീതി അല്ലേ? ഇത് നീളമാണെന്നറിയാം. അപ്പം വീതി അറിയണമെന്നുണ്ടെങ്കിൽ താണ്ട് ഇവിടെ അളന്നാൽ മതിയല്ലോ. വീതി ഇതല്ലേ? അപ്പം ഇവിടാണ് വീതി. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? ഇത് നീളമാണെന്ന് നമുക്കറിയാം, അത് തന്നെ ആയിരിക്കും താഴെ അല്ലേ? വീതി ഇത് രണ്ടുമാണ് വീതി. അപ്പം വീതി ഇവിടെ എത്ര വരുമെന്ന് നമ്മൾ ഇത് വെച്ചിട്ട് കറക്റ്റ് നമ്മൾ എത്ര നമുക്കറിയാം. ഇവിടെ വെച്ചൊരു ആർക്ക് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ഇതും ഒരു ആർക്ക് കൊടുത്താൽ മതി. കാരണം എന്താ? ഇത് ആണ് വീതി, ഇതാണ് നീളം. അത് നമുക്കറിയാം, നീളവും വീതിയും നമുക്ക് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിച്ചാൽ മതി കേട്ടോ. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് തണ്ട് ഇവിടെ കറക്റ്റ് ഇവിടെ വെച്ചാൽ നമുക്ക് ഈ 90 ഡിഗ്രി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയത് കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് ഇവിടെ ആയിട്ട് 90 വരും. അപ്പോൾ അതിന് നേരെ താപ്പോട്ട് യോജിപ്പിക്കുക. കണ്ടോ? ഇവിടെ വന്നല്ലോ. ഇനി ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യുക? ഇതല്ലേ ഇവിടെ രണ്ടും കൂടെ വന്ന് മീറ്റ് ചെയ്ത സ്ഥലം കണ്ടോ? ഇപ്പം കിട്ടിയോ? ഇപ്പം എന്തോ കിട്ടി? റെക്റ്റാങ്കിൾ കിട്ടിയില്ലയോ? അല്ല, മനസ്സിലായോ വന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ, ഇത് നീളം അല്ലേ? ഇത് നീളവും ഇങ്ങനൊന്നും എഴുതി വെക്കല്ലേ, മനസ്സിലാവാൻ വേണ്ടിയാണേ. ഇത് വീതിയുമാണ് നമുക്ക്. കാരണം 5:3 എന്ന അംശബന്ധത്തിൽ വീതിക്കാനാണ്. ഇത് 15 നമ്മൾ എടുത്തായിരുന്നു അല്ലേ? 5 × 3 15, അതായത് ഇതിൻ്റെ പകുതി വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നോക്കിയേ, 5 ഇവിടെ വന്നത് 5ഉം 3ഉം അല്ലേ? അപ്പം 5 ഇവിടെ എത്ര ആണോ അത് തന്നെയായിരിക്കും ഇവിടെ അല്ലേ? ഇവിടെ അപ്പം എത്ര? 5 എന്ന് വെച്ചാൽ റേഷ്യോയുടെ കാര്യമാണേ. 5 എന്ന് എഴുതരുത്, അപ്പോൾ അത് സെൻറ്റിമീറ്റർ ആയി പോവും. 5:3 എന്നാണ്. അപ്പോൾ ഇവിടെ ഇത് 5 ആണെങ്കിൽ ഇത് 5, 3, 3. അപ്പോൾ 5:3 എന്നുള്ള നിങ്ങളോട് വരച്ച് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടുകൂടെ യോജിക്കുന്ന ഇവിടെയും വരും, ഇത് രണ്ടുകൂടെ യോജിക്കുന്ന ഇവിടെയും വരും. ഇത് മതി കുഞ്ഞുങ്ങളെ കേട്ടോ. നല്ലപോലെ മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. വാരി വലിച്ച് പഠിക്കരുത്. മാത്സ് എപ്പോഴും ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഇത് 3ാമത്തെ പാർട്ടാണ്. വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.